ലോകം ശ്വാസമടക്കി പിടിച്ച് നോക്കി നിൽക്കുന്ന ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് പശ്ചിമേഷ്യ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടം അതിന്റെ എല്ലാ സീമകളും ലംഘിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയെ തുടരുന്ന ഈ യുദ്ധം ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുമോ എന്ന ആശങ്ക ശക്തമാകുന്നതിനിടെയാണ് നിർണായകമായ പല വെളിപ്പെടുത്തലുകളും പുറത്തുവരുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിനെ അമേരിക്ക വധിച്ചതിന് പിന്നാലെ തുടങ്ങിയ ഈ പകപോക്കൽ ഇപ്പോൾ അമേരിക്കൻ സൈനികരെ ഇറാൻ തടവിലാക്കി എന്ന വലിയ അവകാശവാദത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. എന്നാൽ ഈ വാർത്തകളെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. യുദ്ധം ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സൈന്യത്തിന്റെ വിജയഗാഥകളാണ് ലോകത്തിന് മുന്നിൽ നിരത്തുന്നത്. ഞങ്ങൾ യുദ്ധം ജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വാദങ്ങളാണ് ആത്മവിശ്വാസത്തോടെ ട്രംപ് നിരത്തുന്നത്. കേവലം ഒരാഴ്ച കൊണ്ട് ഇറാന്റെ നാവികസേനയെയും വ്യോമസേനയെയും തങ്ങൾ തകർത്തെറിഞ്ഞുവെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാന്റെ 44 കപ്പലുകൾ തകർത്തുവെന്നും അവരുടെ വിമാനങ്ങളും മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും അമേരിക്കൻ ബോംബിംഗിൽ ഇല്ലാതായെന്നും ട്രംപ് പറയുന്നു. മുൻപത്തെ പ്രസിഡന്റുമാർക്ക് ചെയ്യാൻ ധൈര്യമില്ലാത്ത കാര്യമാണ് താൻ ചെയ്യുന്നത് എന്ന അവകാശവാദത്തോടെയാണ് ട്രംപ് തന്റെ യുദ്ധവെറിയെ ന്യായീകരിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇറാനിൽ നിന്ന് കേൾക്കുന്നത്. ഇറാനിയൻ സുരക്ഷാ മേധാവി അലി ലാരിജാനി പുറത്തുവിട്ട വിവരങ്ങൾ അമേരിക്കയും ലോകത്തെയും ഒരുപോലെ ഞെട്ടിക്കുന്നതാണ്. നിരവധി അമേരിക്കൻ സൈനികരെ തങ്ങൾ ജീവനോടെ തടവിലാക്കിയിട്ടുണ്ടെന്നും അവരെ യുദ്ധ തടവുകാരായി പാർപ്പിച്ചിരിക്കുകയാണെന്നുമാണ് ഇറാൻ പറയുന്നത്. എന്നാൽ ഈ സൈനികരെല്ലാം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് വരുത്തി തീർക്കാനാണ് അമേരിക്കൻ ഭരണകൂടം ശ്രമിക്കുന്നതെന്ന ആരോപണവും ഇറാൻ ഉന്നയിക്കുന്നു. തങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ടതല്ല, മറിച്ച് ശത്രുവിന്റെ കയ്യിൽ തടവിലാക്കപ്പെട്ടതാണ് എന്ന വാർത്ത പുറത്തു വന്നാൽ അത് ട്രംപ് ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയാകും. ദക്ഷിണ ഇറാനിലെ ഒരു പെൺകുട്ടികളുടെ സ്കൂള് ബോംബ് വെച്ച് തകർത്തതും 175 പേർ കൊല്ലപ്പെട്ട ക്രൂരതയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. ഇറാന്റെ മിസൈലുകളുടെ ലക്ഷ്യം തെറ്റിയതാണ് ഈ ദുരന്തത്തിന് കാരണമെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ കൃത്യതയില്ലാത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് ഇറാന്റെ ജനവാസ കേന്ദ്രങ്ങളെ അമേരിക്ക ലക്ഷ്യം വെക്കുകയാണെന്നാണ് പൊതുവെയുയരുന്ന ആരോപണം. യുദ്ധത്തിൽ സാധാരണക്കാർ ഇരയാകുന്നത് സ്വാഭാവികമാണെന്ന ട്രംപിന്റെ പരാമർശവും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നും ഉപാധികളില്ലാത്ത കീഴടങ്ങൽ മാത്രമാണ് പരിഹാരമെന്നാണ് ട്രംപ് ആവർത്തിക്കുന്നത്. എന്നാൽ തങ്ങളുടെ നേതാവിനെ വധിച്ചതിന് ലോകം കണ്ട ഏറ്റവും വലിയ വില അമേരിക്ക നൽകേണ്ടി വരുമെന്ന വെല്ലുവിളിയാണ് ഇറാൻ ഉയർത്തുന്നത്. ഇറാന്റെ മിസൈൽ ശേഖരം ഇപ്പോഴും സുരക്ഷിതമാണെന്നും ഏതു നിമിഷവും അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കാൻ തങ്ങൾ തയ്യാറാണെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യുദ്ധം 6 ആഴ്ചയോളം നീണ്ടു നിന്നേക്കാം എന്ന സൂചനയും ട്രംപ് നൽകുന്നുണ്ട്. അതായത് വരും ദിവസങ്ങളിൽ കൂടുതൽ രക്തച്ചൊരിച്ചിലുകൾക്കും നാശനഷ്ടങ്ങൾക്കും ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് സാരം. അമേരിക്കൻ സൈന്യത്തിന് ആധുനിക യുദ്ധതന്ത്രങ്ങളെ നേരിടാൻ കഴിയുന്നില്ല എന്ന വിമർശനവും ഇതിനിടെ ഉയരുന്നുണ്ട്. കോടികൾ വിലയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ഇറാന്റെ കുറഞ്ഞ ചിലവിലുള്ള ഡ്രോണുകളെ വെടിവെച്ചിടാൻ ശ്രമിക്കുന്നത് സാമ്പത്തികമായി അമേരിക്കയ്ക്ക് വലിയ ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്. ഇറാന്റെ ഒളിപ്പോരും ഡ്രോൺ ആക്രമണങ്ങളും അമേരിക്കൻ പടക്കപ്പലുകൾക്കും ആസ്ഥാനങ്ങൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഈ യുദ്ധം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം എന്നതിലുപരി ലോകത്തെ 2 ചേരികളായി തിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.